ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേക ആശീർവാദം നമ്മൾ എല്ലാ ആർട്ടിസ്റ്റിനും വേണ്ടി സമർപ്പിക്കാം. പല മേഖലകളിൽ അധ്വാനിക്കുന്നവരുണ്ട്. സിനിമാ ഫീൽഡിലുള്ളവരുണ്ട്, നാടകം ബന്ധപ്പെട്ട ഫീൽഡിലുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ മേഖലകളിലൊക്കെ അധ്വാനിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ട്. നല്ല ആർട്ടിസ്റ്റുകളായിട്ടുള്ളവരാണ്. പെയിൻറ്റിങ് ജോലി ചെയ്യുന്നവർ, അൾത്താരകളിൽ പെയിൻറ്റ് ചെയ്യുന്നവർ, ചില രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ രചിക്കുന്നവർ, അങ്ങനെ പല മേഖലകളിൽ ആർട്ടിസ്റ്റിക് വർക്കുകൾ, കർത്താവ് തന്ന പ്രത്യേകമായ ടാലൻറ്റുകൾ, ഗാനങ്ങൾ ആലപിക്കുന്നവർ മുതൽ ഏതെല്ലാം മേഖലകളിൽ ദൈവം നമ്മൾ പറയില്ലേ ജന്മവാസന എന്ന് പറയുന്ന പോലെ ചില കഴിവുകൾ, പ്രത്യേകം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന കഴിവുകൾ, അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നവരും അതിൽ വളരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാ ആർട്ടിസ്റ്റിനെയും പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ചില ഇൻസ്ട്രുമെൻസുകൾ വായിക്കുന്നവർ, അത് പഠിപ്പിക്കുന്നവർ ഒക്കെയുണ്ട്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു ആസ്വാദന ജീവിതത്തിന് ഹെൽപ്പായിട്ട് മാറുന്ന എല്ലാ മക്കളും, ആ മേഖലയിൽ അധ്വാനിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർ, സാമ്പത്തികമായ സഹായം ചെയ്യുന്നവർ, ആ ഒരു വിഷയങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, ഡയറക്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. കർത്താവിന് പ്രത്യേക സംരക്ഷണവും അനുഗ്രഹം ഉണ്ടാകട്ടെ. സമൂഹത്തിൻ്റെ നന്മയ്ക്കുതകുന്ന നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, നവീനമായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഇവരെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.